നമസ്കാരം. തടായി ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതി പ്രിയദർശിനിക്ക് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള നല്ല പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഈ ഒരു പദ്ധതിയോട് പുരുഷന്മാർക്കുള്ളൊരു സമീപനം എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലാണ്. നമുക്ക് പുരുഷന്മാരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. സ്ത്രീകൾക്ക് ഇന്നു മുതൽ സൗജന്യ യാത്രയാണല്ലോ KSRTC ബസ്സുകളിലെ. അപ്പൊ ആ ഒരു പദ്ധതിയെ കുറിച്ച് അതിനോട് യോജിക്കുന്നുണ്ടോ? പദ്ധതി പറഞ്ഞാല് അത് സ്ത്രീകളുടെ വീട്ടില് സ്കൂട്ടറുള്ള യാത്രക്കാരുണ്ട്, കാറുള്ള യാത്രക്കാരുണ്ട് വീടുകളിൽ. അവരത് വണ്ടി വെച്ചേച്ച് ഇവിടെ സ്റ്റാൻഡ് വെച്ചിട്ട് ബസ്സിന് കയറി പോകും. അത് വേണ്ട. നമ്മുടെ ഈ ദാരിദ്ര്യക്ക് താഴെയുള്ളവർ ഓരോ വീടുകളിൽ സെൻസസ് ഇറക്കണം. ഇത്ര വീട്ടിൽ എത്ര പേര് ജോലിക്ക് പോകുന്നുണ്ട്, അത് ചെയ്തിട്ട് അത് അവർക്ക് സൗജന്യം കൊടുക്കുക. ഈ കാശുള്ള വരുമാനക്കാർക്ക് ഫ്രീ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരു വീട്ടില് കാറുള്ളവരുണ്ട്, സ്കൂട്ടറുള്ളവരുണ്ട്, ബൈക്കുള്ളവരുണ്ട്. ഇതെല്ലാം ഉള്ളവർക്ക് ഇവിടെ കൊണ്ട് വെക്കും. പാർക്കിംഗ് ഗ്രൗണ്ട് വെച്ചിട്ട് ബസ്സിന് കയറി ഫ്രീ ആയിട്ട് പോവുക. ആ സംവിധാനം നിർത്തലാക്കുക. ഓരോ വീടുകളിൽ സെൻസസ് എടുക്കുക. എത്ര പേരുണ്ട് ജോലിക്ക് പോകുന്നവർ, എത്ര പേര് ജോലി ഇല്ലാത്തവരുണ്ട് ഓരോ വീടുകളിൽ. അവിടെ സെൻസസ് എടുത്തിട്ട് ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് അവർക്ക് ഫ്രീ കൊടുക്കുക. എന്നാ പറയുന്നു? നല്ല അഭിപ്രായം. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. സ്ത്രീകൾക്ക് ഇന്നു മുതൽ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയാണല്ലോ. അപ്പോ ഒരു പുരുഷൻ എന്നുള്ള രീതിക്ക് ഈ പദ്ധതിയോടുള്ള ഒരു സമീപനം എങ്ങനെയാണ്? എനിക്ക് സമീപനം പറഞ്ഞാല് പുരുഷന്മാരും ജോലി ചെയ്യുന്നവരാണ്, സ്ത്രീകളും ജോലി ചെയ്യുന്നവരാ. പിന്നെ ഈ KSRTC ജോലി ചെയ്യുന്നവർക്ക് വേതനം കിട്ടാതെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇതുപോലെ ഒരു ഫ്രീ സർവീസ് അവർക്ക് വേതനം ഉണ്ടായത് ഒരു 60% സ്ത്രീകളും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അന്നേരത്തേക്കിനാണെങ്കിൽ ഇത്രയും ഒരു കളക്ഷൻ കിട്ടത്തില്ല. ചേട്ടാ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണല്ലോ ഇന്നു മുതൽ KSRTCയില്. അപ്പോ നമുക്ക് അങ്ങനെ സൗജന്യ യാത്ര ഇല്ല. അപ്പൊ ഈ ഒരു പദ്ധതിയോട് എങ്ങനെയാ യോജിക്കുന്നുണ്ടോ? അതിപ്പോ സാധാരണ ലേഡീസിനെ മുൻഗണന എല്ലാ കാര്യത്തിലുള്ളത് അവരായിട്ട് കണക്കൂട്ടിയാൽ മതി. അല്ലാണ്ട് ആണുങ്ങൾക്കും കൊടുക്കുമ്പോ ഒന്നാമത് നഷ്ടത്തിൽ പോണ സാധനം ബാക്കി കൂടെ ഉള്ള നഷ്ടം കൂടെ ഉണ്ടാക്കണം. സ്ത്രീകൾക്ക് ഇന്നു മുതൽ സൗജന്യ യാത്രയാണല്ലോ ബസ്സുകളില്. അപ്പോ ഒരു പുരുഷനുള്ള രീതിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? സാർ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുക. ചേട്ടന്റെ ഒരു കൊടുത്തത് നല്ലൊരു കാര്യമാണെന്ന് പറയാനുള്ളൂ. നമുക്കില്ലെങ്കിലും കുഴപ്പമില്ല. നല്ലൊരു പദ്ധതിയാണ്. അതെ, നല്ല പദ്ധതിയാണ്. ഇവിടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? സ്ത്രീകൾക്ക് മാത്രം ഇന്നു മുതൽ ഫ്രീ യാത്രയാണ്, നിങ്ങൾ പുരുഷന്മാർക്കില്ല. അതിനോട് എന്താണ് പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായം. പുരുഷന്മാര് തന്നോടല്ലേ കയറി പോട്ടെ, ബാക്കി പെൺപിള്ളേര് അവരുടെ ഇഷ്ടത്തിന് പോട്ടെ, കുഴപ്പമില്ലല്ലോ, നല്ലല്ലേ. ജെൻസി കിഡ്സ് ഒക്കെ ഇത്തരത്തിലൊരു പദ്ധതിനോട് വളരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പ്രതികരണം ഉള്ളത്. നമസ്കാരം. സ്ത്രീകൾക്ക് ഇന്നു മുതൽ സൗജന്യ യാത്രയാണല്ലോ. അപ്പോ എന്താണ് അതെന്താണ് അങ്ങനെ ചോദിക്കുന്നില്ല? പുരുഷന്മാർക്ക് തുല്യത ഇല്ലെന്നാണ് പക്ഷാഘാതമാണ്. അതുകൊണ്ട് ചോദിക്കുന്നില്ല. ഒരു പ്രതിഷേധം അറിയിച്ച എങ്ങനെയാണ്? പ്രതിഷേധമൊന്നുമില്ല. ഇത് എല്ലാരും മനുഷ്യന്മാരൊക്കെ ചോറിൽ നമ്മളിൽ നിന്നേ. അപ്പം എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ഇതാണ് എനിക്ക് വേണ്ടത്. ഞാൻ എന്റെ അഭിപ്രായം പറയാം കേട്ടോ. ചേട്ടാ സ്ത്രീകൾക്ക് ഇന്നു മുതൽ ബസ്സുകളിൽ സൗജന്യ യാത്രയാണല്ലോ, പുരുഷന്മാർക്ക് ഇല്ല. അപ്പൊ ഈ ഒരു പദ്ധതിയോട് എങ്ങനെ യോജിക്കുന്നുണ്ടോ? നല്ല പദ്ധതിയല്ലേ, കുഴപ്പമില്ല. സ്ത്രീകളെല്ലാരും സൗജന്യ യാത്ര ചെയ്യട്ടെ. എല്ലാവരും ഇനി ഫാസ്റ്റിലോട്ടും കൂടെ ആക്കണം. ഇതിന് മറ്റുള്ള ബസ്സുകളിലോട്ടും കൂടെ ആക്കണം. ഫാസ്റ്റ് ഇപ്പൊ ഓർഡിനറി മാത്രമല്ലേ ഉള്ളൂ. വൈദ്യുതി
ചേട്ടാ, സ്ത്രീകൾക്ക് KSRTCയിലെ ചില ബസ്സുകളിൽ ഇന്നു മുതൽ സൗജന്യ യാത്രയാണ്. ഇപ്പൊ പുരുഷന്മാർക്കില്ല. അപ്പൊ ഈ ഒരു പദ്ധതിയോട് യോജിക്കുന്നുണ്ടോ? എന്നാ പറയാ, മുന്നോട്ട് നടന്നാൽ കൊള്ളാം. ഒരാഴ്ച കൊണ്ട് നിന്ന് പോയെങ്കിൽ കാര്യമില്ല. അത് പറയാനേ ഉള്ളൂ. വേറെ എന്നാ പറയാണ്? മുന്നോട്ട് പോവാണെങ്കിൽ നല്ലതാണ്. മുന്നോട്ട് പോവാണെന്നല്ലോ. പുരുഷന്മാർക്ക് ഇത്തരത്തില് വേണമെന്നുണ്ടോ? ഓ ഇല്ല, അങ്ങനെ നിർബന്ധമൊന്നും. എവിടെയാണ് നമ്മൾ പൈസ കൊടുത്ത് വേണം പോകാനായിട്ട്. പിന്നെ അവൻ ഏത് പ്രത്യേകിച്ച് കിട്ടിയ കാര്യമൊന്നും. മൂന്നാർ കാന്തല്ലൂർ ബസ് സ്റ്റേഷൻ വരെ തുടങ്ങിയിരുന്നു. പൂവാറ്റുപുഴ, കോതമംഗലം, നേര്യമംഗലം, അടിമാലി, മൂന്നാർ, മറയൂർ വഴി കാന്തല്ലൂരിലുള്ള ബസ് സ്റ്റേഷൻ വരെ തുടങ്ങിയിരുന്നു. ചേട്ടാ, സ്ത്രീകൾക്ക് ഇന്നു മുതൽ സൗജന്യ യാത്രയാണല്ലോ. അപ്പൊ അത്തരത്തില് പുരുഷന്മാർക്കും വേണമെന്നുണ്ടോ? പുരുഷന്മാർക്കും തിരിച്ചാൽ നല്ലതാണ്. അപ്പൊ ഈ സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു പദ്ധതിയോട് എന്താ? സർക്കാരിന്റെ പദ്ധതി എന്ന് പറയുന്നത് പൊതുജനത്തിന് എപ്പോഴും നല്ലതായിരിക്കും. അതായത് സേവനമാണല്ലോ ഇത്. അപ്പൊ സേവനമാകുമ്പോൾ സർക്കാരിന്റെ വരുമാനം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ജനത്തെ സേവിക്കാനുള്ള അവർക്ക് സ്വാതന്ത്ര്യമായിട്ടും വളരെ ചെലവ് കുറഞ്ഞ് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. ഇതാണ് ആവശ്യം. താങ്ക് യു. സ്ത്രീകൾക്ക് ഇന്ന് മുതൽ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയാണ്. അപ്പോ ആ പുരുഷന്മാർക്കും അത്തരത്തിൽ വേണമെന്നുണ്ടോ? സൗജന്യം കൊടുക്കുമ്പോ എല്ലാവർക്കും ഒന്നിച്ചു കൊടുക്കണം. കുറെ ആൾക്കാർക്ക് എല്ലാവരും നാട്ടിലെ ആൾക്കാരാണ്. സൗജന്യം കൊടുക്കുമ്പോ എല്ലാവർക്കും കൊടുക്കണം. അതാണ് എന്റെ അഭിപ്രായം. എനിക്കൊരു സൗജന്യ യാത്രക്കാരനാണ്. ഞാൻ KSRTCയിലെ ഒരു മുൻ ജീവനക്കാരനാണ്. അപ്പൊ സ്ത്രീകൾക്ക് മാത്രമായിട്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്കെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ജോലിയുള്ള സ്ത്രീകൾ, അതായത് ഒരു 50,000 ലക്ഷത്തിന് താഴെയുള്ള വരുമാനമുള്ള സ്ത്രീകൾക്ക് ഇത് കൊടുക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. കൊടുക്കുമ്പോൾ പാവപ്പെട്ടവർ കൊടുക്കണം, അല്ല എല്ലാവർക്കും കൊടുക്കണം. താങ്ക് യു. ചേട്ടാ, സർക്കാരിന്റെ ഈ സൗജന്യ ബസ് സ്ത്രീകൾക്കുള്ള പദ്ധതിയിൽ എന്തേ പറയാനുണ്ടോ? പുരുഷന്മാരിൽ തന്നെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു പദ്ധതിയോട് വളരെയധികം യോജിക്കുന്ന പുരുഷന്മാരുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ പോലെ ഒരു തുല്യത പുരുഷന്മാർക്കും ആവാമെന്നും ചില പുരുഷന്മാര് പ്രതികരണം നൽകിയിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ അർച്ചനയോടൊപ്പം രേണുക, തടൈ ന്യൂസ്, കോട്ടയം.